وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. ഇമാം ബർബഹാരി റഹ്മഹുല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ വിവരിക്കുന്ന കൂട്ടത്തിൽ ചില കർമ്മശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ പ്രതിപാദിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇത് വായിക്കുന്ന പലർക്കും സംശയം തോന്നും. അതിൻ്റെ കാരണം ആ വിഷയങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടുക്കൽ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. ആ വിഷയത്തിൽ പഴിച്ചു പോയിട്ടുള്ള കക്ഷികളിൽപ്പെട്ടവർ എന്ത് ചെയ്തിട്ടുണ്ട്, മാത്രം എതിരഭിപ്രായം പറഞ്ഞ വിഷയങ്ങൾ എന്ത് ചെയ്യും, ഈ തരത്തിലുള്ള വിശ്വാസ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെയാണ് ഇമാം ബർബഹാരി റഹ്മഹുല്ലാ പറയുന്നത്, വറജ് മുഹഖുൻ, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തി വ്യഭിചരിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് അത് ഹക്കായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൽ ശിക്ഷാ നിയമങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് തിന്മകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത്, വൻ പാപങ്ങളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിർണിതമായിട്ടുള്ള ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ശിക്ഷകൾക്ക് ഹുദൂദ് എന്ന് പറയാം. അങ്ങനെ ഹുദൂദുള്ള തിന്മകളുണ്ട്. ഉദാഹരണമായിട്ട് ഈ തരത്തിൽ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ മോഷണം പോലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ള തിന്മകൾ. പക്ഷേ ആ തിന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തില്ല, നിർണിതമായിട്ടുള്ള ശിക്ഷകൾ നിയമമാക്കിയിട്ടില്ല. അങ്ങനെയുള്ള തിന്മകൾ, ആ തിന്മകളെ സംബന്ധിച്ച് അതിനുള്ള ശിക്ഷകളെ സംബന്ധിച്ച് നമ്മൾ പറയുക തഅസീർ എന്നാണ് പറയുക. ആ തഅസീറുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നിർണിതമായ രൂപമില്ല, മറിച്ച് അത് ഭരണാധികാരികളുടെ ഇജ്തിഹാദിനാണ് എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ച് അത് നിശ്ചയിക്കാമെന്നില്ല. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ നാട് കടത്തുക, അല്ലെങ്കിൽ അടി, ഈ തരത്തിൽ ഏത് രീതിയിലാണോ എന്ത് ചെയ്യുന്നത് ഭരണാധികാരി അതിന് ശിക്ഷ കാണുന്നത്, ആ രൂപത്തിൽ അതിൽ നിശ്ചയിക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത്, ഈ ശിക്ഷകൾ ദുനിയവിയായിട്ടുള്ള ശിക്ഷകൾ വന്നിട്ടില്ലാത്ത വൻപാപങ്ങളുണ്ട്. നമുക്കറിയാമെന്ത്, ആ തരത്തിലുള്ളതാണ് വൻപാപങ്ങളാണ് പലിശ വാങ്ങുക എന്നുള്ളത്, അതുപോലെ തന്നെ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ, അതുപോലെ തന്നെ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ധാരാളം തിന്മകളുണ്ട്. അപ്പോൾ വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം ചെയ്തിട്ടുള്ളത് അത് ശർഈ ആയിട്ടുള്ള ഒരു വിവാഹം കഴിച്ചിട്ട് സ്വന്തം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന പേരാണെന്ത്, ബിക്ർ എന്ന്. ഒരു ബിക്കറാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ എന്നിട്ട് അതിന് സാക്ഷികൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ അടിയാണുള്ളത്. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅതൽ ജൽദ. 100 അടി അടിക്കണം ബിക്കറാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ, വ്യഭിചരിക്കുന്നതെങ്കിൽ. എന്നാൽ സയ്യിബാണെങ്കിൽ, സയ്യിബ് എന്ന് പറഞ്ഞാൽ സഹീഹായിട്ടുള്ള യോഗ്യമായിട്ടുള്ള ഒരു വിവാഹത്തിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള ഭാര്യയുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നീട് ബിക്രല്ല, മറിച്ച് സയ്യിബാണ്. അങ്ങനെയുള്ള ഒരാളാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ എന്നിട്ട് അതിന് സാക്ഷികൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടായിരുന്നു, പിന്നീട് ആ ആയത്തിൻ്റെ പദം നസ്ഖ് ചെയ്യപ്പെട്ടു, പക്ഷെ അതിൻ്റെ ഹുക്മ് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഹദീസുകൾ ധാരാളമായിട്ടുണ്ട് ആ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്,
ഈ വിഷയത്തിൽ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗാമിദീയത്തായിട്ടുള്ള ഒരു സ്ത്രീയെ എന്ത് ചെയ്തിട്ടുണ്ട്, എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ജൂതന്മാരെ എറിഞ്ഞു കൊന്നതായിട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കഫറ ബിർറജ്മി ഫഖദ് കഫറ ബിർറഹ്മാൻ. ആരെങ്കിലും റജ്മിനെ നിഷേധിക്കുകയാണെങ്കിൽ, കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷയെ നിഷേധിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിനെ തന്നെയാണ് ഒരാൾ നിഷേധിക്കുന്നതെന്ന്. കാരണം പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന ആയത്തായിരുന്നു റജ്മിൻ്റെ ആയത്ത്. ഹദീസുകൾ ധാരാളമുള്ള വിഷയമാണ്. മാത്രമല്ല ജൂത ക്രിസ്ത്യാനികൾ മറച്ചു വെച്ചിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനീളം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലേ, ലിമ തൽബിസൂന അൽ ഹഖ ബിൽ ബാതിൽ വതക്തുമൂന അൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തിനാണ് എന്ത് ചെയ്യുന്നത്, ഹഖ് മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചും ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അവർ പ്രധാനമായും മറച്ചു വെച്ചിട്ടുള്ള വിഷയങ്ങൾ? ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ വന്നിട്ടുള്ളത്, അത് മറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് റജ്മ് എന്ന് പറയുന്നത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അവർ മറച്ചു വെച്ചത് റജ്മാണ് മറച്ചു വെച്ചുള്ളത്. ആ റജ്മിൻ്റെ സൂക്തങ്ങൾ ഇന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്തുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടായിരുന്നു. കാരണം ഇബ്നു അബ്ബാസ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഇന്നല്ലാഹ ഖദ് ബഅസ മുഹമ്മദൻ ബിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ന്യായമായിട്ടും സത്യമായിട്ടും നിയോഗിച്ചു. വഅൻസല അലൈഹിൽ കിതാബ ഫകാന മിമ്മ അൻസല അലൈഹി ആയത്തുർ റജ്ം. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. ആ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആയത്തായിരുന്നു എന്ത്, ആയത്തുർ റജ്ം. ഖറഅനാഹ, അത് നമ്മൾ ഓതിയിട്ടുണ്ട്. വ വഅയ്നാഹ, നമ്മളത് ഗ്രഹിച്ചിട്ടുണ്ട്. വ അഖൽനാഹ, നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഫറജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്, കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. വറജം നബഅദഹു, അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ഞങ്ങളും ആ ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, ഞാനും അബൂബക്കറും നടപ്പാക്കിയിട്ടുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, فأخشى إن طال بالناس زمان أن يقول قائل ما نجد الرجم في كتاب الله فيضل بترك فريضة أنزلها الله. അപ്പോൾ ഇനി ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അന്ന് ചില ആളുകൾ പറയുമെന്ത്, പരിശുദ്ധ ഖുർആനിൽ റജ്മിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ റജ്മില്ല എന്ന് പറയുന്ന ആളുകൾ വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അള്ളാഹു അവതരിപ്പിച്ച ഒരു വിധിയെ ഒഴിവാക്കുന്നതോടുകൂടി അങ്ങനെ പിഴച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ റജ്മ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടുള്ളതാണ്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടുള്ളതാണ്. ഇബ്നു ഹസ്ം റഹിമഹുല്ലാ, അതുപോലെ തന്നെ സജ്ജാജ്, ഇബ്നു തൈമിയ, ധാരാളം ഉലമാക്കൾ ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ ഭയപ്പെട്ടിട്ടുള്ളത്, ഒരു കാലഘട്ടം വരും ആളുകൾ എന്ത് ചെയ്യും, റജ്മിനെ എന്ത് ചെയ്യും, നിഷേധിക്കുമെന്ന് പറഞ്ഞത്, ആ റജ്മിനെ നിഷേധിച്ച് അത് കുഫറാണ് എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട കാര്യം ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് എത്ര തരത്തിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, റജ്മിനെ നിഷേധിക്കുകയും വെറുക്കുകയും ചെയ്യുന്നത്. അഖ്ലാനികളായിട്ടുള്ള ആളുകൾ, ഹദാസികളായിട്ടുള്ള ആളുകൾ, ഇഖ്വാനുൽ മുസ്ലിമൂനിലുള്ള ആളുകളൊക്കെ നമുക്ക് ഈ റജ്മിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് വളരെ വ്യക്തമായൊരു വിഷയമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. ആദ്യ കാലഘട്ടത്തിൽ അതിനെ നിഷേധിച്ചത് ഖവാരിജുകളാണ് നിഷേധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഖീദയുടെ ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയം ഉൾപ്പെടുത്താനുള്ള കാരണം. ഇനി അടുത്തതായി പറഞ്ഞു, വൽമസ്ഹു അലൽ ഖുഫൈനി സുന്ന. ഖുഫ് മേൽ തടവൽ അത് സുന്നത്താണ്. എന്താണ് ഖുഫ എന്ന് പറയുന്നത്? ഖുഫ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് അറബികൾ ധരിക്കാറുണ്ടായിരുന്ന എന്താണ്, തോലിൻ്റെയൊക്കെ എന്താണ് ബൂട്ടുകൾ പോലെയുള്ള കാര്യങ്ങളാണ്. അഥവാ കാല് മുഴുവനായിട്ട് മറയുന്ന, കണങ്കാല് വരെ മറയുന്ന ചെരുപ്പുകളാണ്. അതിൻ്റെ മേലെ തടവുക എന്നുള്ളത്, അതുപോലെ തന്നെ ഇന്നത്തെ ആധുനിക സോക്സുകൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ്.
ഇതിൻ്റെ മേലെ തടവുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് സുന്നത്താണെന്നുള്ള വിഷയത്തിൽ എന്തുണ്ട്? ആ വിഷയത്തിൽ ഇജ്മാ നമുക്ക് കാണാൻ സാധിക്കും. ആ വിഷയത്തിൽ ഇമാം ഇബ്നുൽ മുൻസിർ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹിയിൽ നിന്ന്. ഈ ഒരു വിഷയം വളരെ ഹദീസുകൾ കൊണ്ട് വ്യക്തമായിട്ടുള്ള ആ വിഷയത്തിലുള്ള ഹദീസുകൾ മുതവാത്തിറായിട്ടുള്ള ഹദീസുകളാണ്. എന്താണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ? ഒരു വിഷയത്തിൽ സംശയത്തിന് വക നൽകാത്ത വിധത്തിൽ തലമുറക്ക് കൈമാറി വന്നിട്ടുള്ള എണ്ണമറ്റ ഹദീസുകളാണ് മുതവാത്തിർ എന്ന് പറയുന്നത്. അത് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് സനദ് വരെ പരിശോധിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഹദീസുകളാണ്. അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകളാണ് ഏത് വിഷയത്തിൽ? മസ്ഹാൽ അൽ ഖുഫൈൻ്റെ വിഷയത്തിലുള്ള ഹദീസുകൾ. ഇത് നിഷേധിച്ചവരാരാണ്? ഖവാരിജുകൾ ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക ഖവാരിജുകൾപ്പെട്ടുള്ളവരാണെന്ത്? ഒമാനിലെ ഇബാദുകൾ. അവരും എന്ത് ചെയ്യാറില്ല? ഖുഫമേൽ അതുപോലെ തന്നെ സോക്സിൻ്റെ മേലൊന്നും തടവാറില്ല. പിന്നെ റാഫിദുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് നിഷേധിക്കാറുണ്ട്, ഷിയാക്കൾ. അപ്പോൾ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കോമഡി എന്ന് പറയുന്നത് അവർ ഹൊഫമേൽ തടവുന്നത് അതുപോലെ തന്നെ ജൗറബുകളിൽ തടവുന്നത് അവരെന്ത് ചെയ്യാറില്ല, തടവാറില്ല. പക്ഷെ അവർ കാല് വുദു എടുക്കുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം കാല് തടവാണ് ചെയ്യാറുള്ളത്. നോക്കൂ എത്ര വലിയ വിരോധാഭാസമാണെന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ബിദ്അത്തിൻ്റെ കക്ഷികൾ മാത്രം ഒറ്റപ്പെട്ടതായി പറഞ്ഞിട്ടുള്ള വാദങ്ങളായതുകൊണ്ട്, അവരുടെ വാദങ്ങളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിഷയങ്ങൾ, കർമ്മശാസ്ത്ര വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? അഖീദയുടെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് നോക്കൂ നിങ്ങൾ, വതഖ്സീറു സ്വലാത്തി ഫിസ്സഫരി സുന്ന. യാത്രയിൽ നിസ്കാരം ചുരുക്കുക എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ആയത്ത് തന്നെ വന്നു, വഇദാ ദറബ്തും ഫിൽ അർദി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറു. അപ്പോൾ ഈ ആയത്ത് നിങ്ങൾ കാഫിറുകളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ യാത്രയുടെ വേളയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിസ്കാരം ചുരുക്കാം എന്നുള്ള ആയത്ത് അത് ആദ്യ കാലഘട്ടത്തിൽ എന്താണ് ഈ തരത്തിൽ ഭയം ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതിൽ ഇളവ് നൽകി. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാ ബാലുന നഖ്സുറു വഖദ് അമിന്ന. നമ്മൾ നിർഭയരായിരിക്കും, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴും യാത്രയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തിൽക സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു മിനല്ലാഹി സദഖതഹു. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സദഖയാണ്, അള്ളാഹുവിൻ്റെ സദഖ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആദ്യം നിസ്കാരം നിയമമാക്കപ്പെട്ട സമയത്ത് 2 റക്അത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഫുറിദത്തിസ് സ്വലാ ഫിശ്ശവരി വൽ ഹവർ റക്അത്തൈൻ. ഇങ്ങനെ 2 റക്അത്തായിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്? നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. ഫ ഉഖറത്ത് സ്വലാത്തു അസ്സഫർ. പിന്നീട് യാത്രയിൽ ആ തരത്തിൽ തന്നെ വിട്ടയക്കപ്പെട്ടു. വസീദ ഫി സ്വലാത്തിൽ ഹദർ. പിന്നീട് എന്താണ് ഇഖാമത്തിലിരിക്കെ, നാട്ടിലായിരിക്കെ നിസ്കരിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു? അതിന് റക്അത്തിൻ്റെ എണ്ണം കൂടി, അത് 2-4 എന്നുള്ളതാണ്. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഈ വിഷയത്തെ നിഷേധിച്ചിട്ടുള്ളത് ആരാണ്? ഇപ്പോൾ ഒരാൾ യാത്രയിലായിരിക്കെ പിന്നെ ഇത് ചുരുക്കിയിട്ടില്ലെങ്കിൽ, നിസ്കാരം ചുരുക്കിയിട്ടില്ലെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് എന്തുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മുഴുവനായിട്ട് നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളത്. എന്നാൽ ഇങ്ങനൊരു സുന്നത്തിനെ തന്നെ നിഷേധിച്ചു കഴിഞ്ഞാലോ? അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ വിഷയത്തിൽ നമുക്ക് ഒരുപാട് ആധാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്തിനെ എതിരിടുന്നത് അത് കുഫ്റായി തീരുമെന്നുള്ളതൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനി യാത്രയിൽ ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളത് അത് സുന്നത്താണോ അതല്ല എന്താണ് അനുവദനീയമായ കാര്യമാണോ, സുന്നത്താണോ അതല്ല നിർബന്ധമാണോ എന്നുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായത്തിന് സലഫുകളുടെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള അഭിപ്രായമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖത്താബി അദ്ദേഹത്തിൻ്റെ അൽ മആലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, കാന അക്സർ ഉലമാ ഇസ്സലഫ് വ ഫുഖഹാ ഇൽ അംസാർ അല അൻ അൽ ഖസ്റ ഹുവൽ വാജിബ് ഫി സഫർ. യാത്രയിൽ ചുരുക്കി നിസ്കരിക്കലാണ് നിർബന്ധം എന്നുള്ളത് സലഫ് സാലിഹീങ്ങളുള്ള ഉലമാക്കളുടെയും
ഫുഖഹാക്കളുടെ അഭിപ്രായമാണ്. വഹുവ ഖൗലു അലി വ ഉമർ, അലി റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെയും അതുപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഖതാദ, അതുപോലെ ഹസൻ ഇബ്നു ബസ്രി, ഹമ്മാദ് ഇബ്നു സുലൈമാൻ, ഇങ്ങനെയുള്ള ധാരാളം സലഫുകളുടെ അഭിപ്രായമായിട്ട് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം ബർബഹാൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു വസ്സൗമു ഫി സഫർ, യാത്രയിലെ നോമ്പിൻ്റെ വിഷയത്തിൽ മൻ ശഅ സാമ വമൻ ശഅ അഫ്തർ, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് നോക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് എന്ത് ചെയ്യാം, തുറക്കാം, നോമ്പ് ഉപേക്ഷിക്കാം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് തന്നിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽപ്പെട്ടുള്ളതാണ്. ഇതിനെയും ആര് നിഷേധിച്ചിട്ടുണ്ട്? ഖവാരിജുകൾ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഇളവ് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഫമൻ ഷഹിദ മിൻകും ശഹറ ഫല്യസുംഹു വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. അപ്പോൾ യാത്രയിലായിരിക്കെ നോമ്പ് ഉപേക്ഷിക്കാം എന്നുള്ളത് അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിലായി യാത്രയിൽ നോമ്പ് എടുക്കുന്നതാണോ അഫ്ദൽ, ഉപേക്ഷിക്കുന്നതാണോ അഫ്ദൽ എന്നുള്ള വിഷയത്തിൽ. അടുത്ത വിഷയം വലാ ബഅസ ബിസ്സലാത്തി ഫി സറാവീൽ, സറാവീൽ ഇട്ടുകൊണ്ട് നിസ്കരിക്കൽ അതിൽ കുഴപ്പമില്ല എന്നുള്ളത്. സറാവീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ കന്തൂറയുടെ ഒക്കെ അടിയിലിടുന്ന ഈ പൈജാമ പോലത്തതിനാണ് എന്ത് ചെയ്യുന്നത്, സറാവീൽ എന്ന് പറയുന്നത്. അങ്ങനെ സറാവീലിട്ട് നിസ്കരിക്കുന്നത് അതിൽ കുഴപ്പമില്ല എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിൽ ശർഹ് സുന്നയിൽ ഇത് വരാൻ കാരണം ഇസ്മാഈലികൾ അതുപോലെ തന്നെ ബാത്തനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യാറുണ്ട്, നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അത് ഊരിയിട്ട് നിസ്കരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ബിദ്അത്തുകാർ ഒറ്റപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു വാദമായിട്ടുള്ള വിഷയമായതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, അഖീദയുടെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ശേഷം പറഞ്ഞു വന്നിഫാഖു അൻ യുദ്ഹിറ അൽ ഇസ്ലാം ബിൽ ലിസാനി വ യുഖ്ഫി അൽ കുഫ്റ ബിൽ ളമീർ. നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഫാഖ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഇസ്ലാമിനെ പ്രകടമാക്കൽ, പക്ഷേ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, കുഫറിനെ മറച്ചു വെക്കുക എന്നുള്ളത്. ഇതാണ് നിഫാഖ് എന്ന് പറയുന്നത്. നമുക്കറിയാം നിഫാഖ് 2 ഇനമുണ്ട്. ഒന്ന് നിഫാഖുൻ ഇഅ്തിഖാദി, വിശ്വാസപരമായിട്ടുള്ള നിഫാഖ്, അതാണ് അന്നിഫാഖുൽ അക്ബർ, വലിയ നിഫാഖ് എന്ന് പറയുന്നത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖ്. അത് തനിച്ച കാഫറുകളെക്കാളും എന്താണ് ഗൗരവമുള്ള ആളുകളാണത് നിഫാഖ് അസ്ലിയുള്ള ഇഅ്തിഖാദിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ എന്ത് ചെയ്യണം, ഇസ്ലാം പ്രകടമാക്കുകയും കുഫർ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തത് എന്താണ്, നിഫാഖുൻ അമലി ഉണ്ട്, കർമ്മപരമായിട്ടുള്ള നിഫാഖുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആയിരിക്കും, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ മുസ്ലിം തന്നെ, പക്ഷേ അയാളുടെ നിന്ന് ചില മുനാഫിഖീങ്ങളുടെ വിശേഷണങ്ങളായി പറയപ്പെട്ട ചില കാര്യങ്ങൾ അയാളുടെ പ്രവൃത്തിയിൽ വരുന്നു എന്നുള്ളത്. അതെന്താണ്? ഉദാഹരണമായിട്ട് അർബഅ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ, 4 കാര്യങ്ങൾ ഒരാളുണ്ടെങ്കിൽ അയാൾ മുനാഫിഖാണെന്ന് പറഞ്ഞത് നമുക്ക് ഹദീസ് അറിയാം. അതിൽപ്പെട്ടതാണെന്ത്, ഇത് ഹദ്ദസ കദബ്, സംസാരിക്കുമ്പോൾ കളവ് പറയുക, വ ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ലംഘിക്കുക, വ ഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക, വ ഇദാ ഖാസമ ഫജറ, അതുപോലെ തന്നെ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തെറി പറയുകയും അതുപോലെ തന്നെ ചീത്ത സ്വഭാവം കാണിക്കുക എന്നുള്ളത്. ഇത് മാത്രമല്ല ധാരാളം, ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയം, നിഫാഖ് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ അയിമ്മത്തുകൾ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിരിയാബി എഴുതിയിട്ടുണ്ട്, അബു നുഐം അൽ അസ്ബഹാനി, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ്ക്ക് ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. അതിലൊക്കെ എണ്ണമറ്റ സിഫാത്തുകൾ മുനാഫിഖീങ്ങളുടെ ലക്ഷണങ്ങൾ എണ്ണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലക്ഷണങ്ങൾ അമലിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, നിഫാഖുൻ അമലിയാണ്, അത് ഒരാൾ അതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പോൾ ഇബ്നു അബി മുലൈഖ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറയുന്നുണ്ട് അദ്റക്തു 70 അക്സറ മിൻ 70 മിൻ അസ്സഹാബ കുല്ലുഹും യഖാഫു അല നഫ്സിഹി നിഫാഖ്. 70-ൽ പരം സഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിൽ അബൂബക്കർ ഉമറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ നിഫാഖ് ഭയപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് നിഫാഖ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെ വിഷയത്തിൽ ഭയപ്പെടേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് അപേക്ഷിക്കുന്നുണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിൻ്റെ ഇതിൻ്റെ മുനാഫിഖീങ്ങളുടെ പേര് രഹസ്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പേര് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് യാചിക്കുകയാണ്, അൻഷുദുക ബില്ലാ
ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പേര് അള്ളാഹുവിൻ്റെ റസൂൽ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് കേണ് അപേക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശേഷം ബർബഹാർ റഹ്മത്തുള്ളാഹി പറയാണ്, വഅലം അന്ന ദുനിയ ദാറു ഈമാനിൻ വ ഇസ്ലാം, ഈ ദുനിയാവ് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ദാറാണ്, ഗേഹമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കുന്നു, നമ്മളെ ഈ ദുനിയവിയായ ലോകം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള എന്താണ് ഘട്ടമാണ്, അല്ലെങ്കിൽ സ്ഥലമാണ്. ആഖിറത്ത് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, പ്രവൃത്തിയില്ല, മറിച്ച് എന്താണ്, അവിടെ പ്രതിഫലമാണ്, ശിക്ഷയോ അല്ലെങ്കിൽ തവാബ് ലഭിക്കുന്ന സ്ഥലമാണ്. وأمة محمد صلى الله عليه وسلم فيها مؤمنون ومسلمون في أحكامهم ومواريثهم وذبائحهم والصلاة عليهم. മുഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മത്ത്, അതിനെ നമുക്ക് മുസ്ലിമീങ്ങളെന്നും മുഅ്മിനീങ്ങളെന്നും ഒക്കെ വേർതിരിക്കാൻ പറ്റും. അവരുടെ വിധികളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ അനന്തരസ്വത്തിൻ്റെ വിഷയത്തിൽ, അറവിൻ്റെ വിഷയത്തിൽ, അവരുടെ മേൽ നിസ്കരിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ നമുക്കറിയാം മറാത്തിബ് അത് 3 എണ്ണമാണ്. ഒന്ന് എന്താണ്, മറാത്തിബുദ്ദീൻ 3 എണ്ണമാണ്. ഒന്ന് ഇസ്ലാമാണ്, ഏറ്റവും താഴത്തെ മർത്തബ. അതിൻ്റെ മുകളിലെ മർത്തബ എന്താണ്, ഈമാനാണ്. ഏറ്റവും ഉന്നതമായ മർത്തബ എന്ന് പറയുന്നത് ഇഹ്സാനാണ്. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ താഴെയുള്ള മർത്തബ എന്ന് പറയുന്നത് എന്താണ്, അത് കുഫ്റിൻ്റെ മർത്തബയാണ്. അപ്പോൾ ഇതിനനുസരിച്ചിരിക്കും ഓരോ വ്യക്തികളുടെ വിഷയത്തിലുള്ള നമ്മളുടെ അവർക്ക് അവരുടെ വിധികൾ, അവരുടെ അനന്തരസ്വത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ, അവർക്ക് കൊടുക്കാൻ പറ്റുമോ, അവരർത്ഥത് കഴിക്കാൻ പറ്റുമോ, അവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം. ലാ തശ്ഹദ് ലിഅഹദിൻ ബിഹഖീഖത്തിൽ ഈമാൻ ഹത്താ യഅതിയ ബിജമീഇ ശറാഇഇൽ ഇസ്ലാം. ഒരാൾ മുഅ്മിനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. അയാൾ എന്താണ്, ഇസ്ലാമിൻ്റെ എല്ലാ ശരീഅത്തിൻ്റെ കാര്യങ്ങളും എന്താണ് അയാൾ ഉണ്ടാകുന്നത് വരെ. അപ്പോഴും നമുക്ക് പറയാൻ പറ്റുക എന്ത് മാത്രമാണ്, മുഅ്മിനൂൻ ഇൻഷാ അല്ലാഹ്, അയാൾ മുഅ്മിനായിരിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെക്കുറിച്ച് മുഅ്മിൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ച് ഞാൻ മുഅ്മിനാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. കാരണം അത് വളരെ ഗൗരവമുള്ളതാണ്. ഫഇൻ ഖസ്സറ ഫി ശൈഇൻ മിൻ ദാലിക കാന നാഖസൽ ഈമാൻ ഹത്താ യതൂബ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിഷയങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരാൾ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഈമാൻ കുറഞ്ഞവനാണ്, അവൻ തൗബ ചെയ്യുന്നത് വരെ. വഅലം അന്ന ഈമാനഹു ഇലല്ലാഹി ഇലല്ലാഹി തആല. അറിയുക, ഒരാളുടെ ഈമാനിൻ്റെ വിഷയം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിടുന്നത്. അഥവാ അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിനെ അറിയുള്ളൂ. ഒരാളുടെ ഈമാൻ്റെ യാഥാർത്ഥ്യം അള്ളാഹിനെ അറിയുള്ളൂ. അപ്പോൾ അത് അവൻ്റെ ഈമാനിൻ്റെ യഥാർത്ഥം നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുലേക്ക് കൊടുക്കുന്നു. നമുക്ക് വാഹിർ മാത്രമാണ് നമ്മൾ വിധിക്കുന്നത്. താമൽ ഈമാനി ഔ നാഖിസൽ ഈമാൻ ഇല്ലാ മാ ളഹറ ലക മിൻ തദീഇ ശറാഇൽ ഇസ്ലാം. അപ്പോൾ ഈമാൻ ഒരാളുടേത് പൂർണ്ണമാണോ അല്ല കുറഞ്ഞ ഈമാനാണോ, നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. അത് അള്ളാഹുവിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം വിടുന്നു. ഇല്ലാ മാ ളഹറ ലക മിൻ തദീഇ ശറാഇൽ ഇസ്ലാം. നമുക്ക് പ്രകടമായത് മാത്രമാണ് നമുക്ക് വിധിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഏതൊക്കെ രീതിയിൽ ശരിയായിട്ട് പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തേണ്ടത് അനുസരിച്ച് വാഹിർ കൊണ്ട് നമുക്ക് വിധിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിശേഷണമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് മുസ്ലിം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ശരിയായിട്ട് അത് വലിയ തോതിൽ അയാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാലത്തിൽ അറാബു ആമന്ന. അറാബികൾ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുഅ്മിനീങ്ങളായിട്ടുണ്ട് എന്ന്. അള്ളാഹു പറഞ്ഞു, ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയേണ്ട, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഈമാൻ അതിൻ്റെ പൂർണ്ണമായ അളവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. ശേഷം പറഞ്ഞു, വസ്സലാത്തു അലാ മൻ മാത മിൻ അഹ്ലിൽ ഖിബ്ലത്തി സുന്ന. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടിട്ടുള്ള പൊതു മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നിസ്കരിക്കൽ എന്താണ്, സുന്നത്താണ്. വസ്സലാത്തു അലാ മൻ മാത മിൻ അഹ്ലിൽ ഖിബ്ലത്തി സുന്ന. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ പൊതു മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി നിസ്കരിക്കൽ എന്താണ്, സുന്നത്താണ്. വൽ മർജൂം, അതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട ആൾ അല്ലേ,
അതുപോലെ തന്നെ ഉസ്സാനി ഉസ്സാനിയ, സിന ചെയ്ത ആളാകട്ടെ, സിന ചെയ്ത പെണ്ണാവട്ടെ, വല്ലദീ യഖ്തുലു നഫ്സ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളാവട്ടെ, അതുപോലെ തന്നെ വഗൈരിഹി മിൻ അഹ്ലിൽ ഖബീല, അതല്ലാത്തവരാകട്ടെ, ഇപ്പോൾ കടം ഉള്ള ആളുകൾ, ഈ തരത്തിൽ, അല്ലെങ്കിൽ വൻപാപം ചെയ്ത ആളുകൾ, ഫാസിഖീങ്ങളായിട്ടുള്ള ആളുകൾ, വസ്സക്രാൻ വഗൈരിഹിം, അതുപോലെ തന്നെ കള്ളുകുടിയന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിസ്കരിക്കൽ സുന്നത്താണ്. അസ്സലാത്തു അലൈഹിം സുന്ന, അവർക്ക് നിസ്കരിക്കൽ സുന്നത്താണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ മുസ്ലിമീങ്ങളാണെങ്കിൽ ഈ തരത്തിൽ ഫാസിഖീങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഇനി ബിദ്അത്ത് സംഭവിച്ച ആളുകളാകട്ടെ, മുക്കഫിറത്തായിട്ടുള്ള കാര്യങ്ങളില്ലാത്തിടത്തോളം അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കൽ എന്താണ്? സലഫുകളുടെ ചര്യയാണ്. എന്ന് വെച്ച് എന്താണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കാരണവന്മാരും പണ്ഡിതന്മാരും അവർക്ക് വേണ്ടി നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഉണ്ട്. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി എന്ത് ചെയ്തില്ല? ജനാസയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ തയ്യാറായില്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇമാം ബുഖാരി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു ഇയാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇബ്നു അബി റവാദ് എന്ന് പറയുന്ന ഇർജ ഉള്ള ഒരു വ്യക്തി മരണപ്പെട്ട സമയത്ത് സുഫിയാൻ സൗരി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ചില്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാർ പണ്ഡിതന്മാർ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വേണം. കാരണം എന്താണ്, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലിയഅലമന്നസനഹുഖാന അല ബിദ്അ, അയാൾ ബിദ്അത്തുകാരനായിരുന്നു തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കാതിരുന്നത്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസ് റളിയല്ലാഹു അൻഹു കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാമിദിയത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത്, ജനാസ നിസ്കാരം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ള മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആയ കൂടിയാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് അതിന് ഏറ്റവും കൂടുതലായി എന്തായിട്ടുള്ളത്? അർഹരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ. ശേഷം പറയുന്നു, വല യഖ്റുജു അഹദുൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി മിനൽ ഇസ്ലാം ഹത്താ യറുദ്ദ ആയത മിൻ കിതാബില്ലാഹ് ഔ യറുദ്ദ ശൈഅൻ മിൻ ആഥാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ യുസല്ലി ലിഗൈരില്ലാഹ് ഔ യദ്ബഹ ലിഗൈരില്ലാഹ്. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ, പൊതു മുസ്ലിമീങ്ങളിൽപ്പെട്ടുള്ള ആളുകൾ, മുസ്ലിം നാമധാരികളിൽപ്പെട്ടുള്ള ആളുകൾ ഒരാളും തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. എങ്ങനെയല്ലാതെ? വ്യക്തമായിട്ടുള്ള കുഫ്ർ പറയുകയോ ചെയ്യുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതിലൂടെ അല്ലാതെ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് പഴച്ചുള്ള കക്ഷികളുടെ മധ്യമമായിട്ടുള്ള നിലപാട് നമുക്കുള്ളത്. ഒരു വിഭാഗം എന്താണ് പഴച്ചുള്ളത്? ഖവാരിജുകളാണ്. ഖവാരിജുകൾ വൻപാപം കൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? വൻപാപം കൊണ്ട് തക്ഫീർ ചെയ്യും. വൻപാപം ചെയ്തവരൊക്കെ കാഫിറുകളാണെന്നുള്ള വാദം ഖവാരിജുകൾക്കും മുഅ്തസിലികൾക്കുണ്ട്. അതെന്താണ്? ഗുലുവിൻ്റെ വാദമാണ് അല്ലേ. രണ്ടാമത്തെ പഴിച്ച വിഭാഗം എന്നത് ഇർജാഇൻ്റെ മുർജിഅത്തിൻ്റെ വാദമാണ്. എന്ന് പറഞ്ഞാൽ ലാ യദുറു മഅൽ ഈമാനി മഅസിയ. അതുപോലെ അതെന്താണ്? ഈമാൻ, ഹൃദയത്തിൽ വിശ്വാസമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന, അവർ ഈമാൻ അത് ബാധിക്കില്ല എന്നുള്ള വാദം. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരാളെയും തക്ഫീർ ചെയ്യുകയില്ല. എന്തുകൊണ്ടല്ലാതെ? ന്യായമായിട്ടും പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും എന്താണ് അള്ളാഹും റസൂലും തക്ഫീർ ചെയ്ത വിഷയങ്ങൾ കൊണ്ടല്ലാതെ. ഇന്ന പ്രവർത്തികൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചത് കാരണങ്ങൾ കൊണ്ടല്ലാതെ. അപ്പോൾ ആ വിഷയങ്ങളാണ് ഇനി എണ്ണുന്നത്. ഹത്ത യറുദ്ദ ആയത മിൻ കിതാബില്ല, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് എന്ത് ചെയ്യുക? തള്ളിക്കളയുക. ഔ യറുദ്ദ ശൈഅൻ മിൻ ആഥാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകളിൽപ്പെട്ട എന്തെങ്കിലും തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ തള്ളുക. ഈ കാലഘട്ടത്തിൽ എത്ര കൂടുതലാണ്, എത്ര നിസ്സാരമായിട്ടുള്ള വിഷയമാണ് ഹദീസുകൾ തള്ളുക എന്നുള്ളത്. ഹദീസുകൾ തള്ളുക എന്നുള്ളത് 3 തരത്തിലുണ്ട്. ഒന്നെന്താണ്? ഈ തരത്തിലുള്ള ഹവ കൊണ്ട് തള്ളുക എന്നുള്ളത്. ഹദീസൊക്കെ സഹിയാണ് പക്ഷെ നമുക്ക് പറ്റൂല എന്നുള്ളത്, അത് കുഫറാണ്, ഒരു സംശയകാര്യത്തിലില്ല. ആ വിഷയത്തിൽ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, മൻ റദ്ദ ഹദീസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് കഫർ. റസൂലുള്ളാഹിൽ നിന്നുള്ള ഒരു ഹദീസ് ഒരാൾ തള്ളിയാൽ അവൻ കാഫറാണ്. ഇബ്നു ഖുസൈമ റഹ്മഹുല്ലാ പറഞ്ഞു, മൻ റദ്ദ ഹദീസൻ യഅ്തഖിദു സ്വഹഹഹു ഫഖദ് കഫർ. ഒരാൾ ഹദീസ് അത് സഹീഹാണെന്ന് വിശ്വസിച്ചതിന് ശേഷം, ഒരാൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഒരാൾ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അവൻ എന്താണ്? അത് കുഫറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലായിട്ട്
ഹവക്ക് പറ്റാതെ കൊണ്ട് തള്ളുക എന്നുള്ളത് അത് കുഫറാണ്. എന്നാൽ പിന്നീട് എന്താണ്, ഈ തരത്തിലുള്ള ചില ന്യായീകരണങ്ങൾ, മുആറദത്തുകളുണ്ട്. എന്താണ്, ഉദാഹരണമായിട്ട് ഖബർ ആഹാദ്, അതുപോലെ തന്നെ മുത്തവാത്തിർ, ഈ തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ ചില ഹദീസുകൾക്ക് എതിരാണ് എന്നുള്ള തരത്തിൽ മുആറദകൾ പറയുകയാണെങ്കിൽ അതെന്തല്ല, കുഫറാകുന്നില്ല, അത് ബിദ്അത്താകുന്ന കാരണമാണ്. മൂന്നാമത്തേത് എന്താണ്, ഹദീസിൻ്റെ വിഷയത്തിൽ സിഹത്ത് ദഅഫിൻ്റെ വിഷയത്തിലുള്ള ഇഖ്തിലാഫിൻ്റെ കാരണത്താലാണെങ്കിൽ അത് എന്തായാലും ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഹദീസ് തള്ളിക്കളയുക, നിഷേധിക്കുക എന്നുള്ളത് വളരെ ഗൗരവമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഔ യുസല്ലി അലി ഗൈരില്ല, അള്ളാഹുനല്ലാതെ നിസ്കരിച്ചാൽ, ഔ യദ്ബഹ ലി ഗൈരില്ല, അള്ളാഹുനല്ലാതെ അറുത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശിർക്കിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വഇദാ ഫഅല ശൈഅൻ മിൻ ദാലിക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് വജബ അലൈക അൻ തുഖ്രിജഹു മിനൽ ഇസ്ലാം, നിൻ്റെ മേൽ ബാധ്യതയാണ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കല്. വഇദാ ലം യഫഅൽ ശൈഅൻ മിൻ ദാലിക ഫഹുവ മുഅ്മിനുൻ വമുസ്ലിമുൻ ബിൽ ഇസ്മി, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ, ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളുണ്ട്, പറയപ്പെടാതിരുന്ന കാര്യങ്ങളുണ്ട്, നവാഖദുൽ ഇസ്ലാം എന്ന് പറയുന്ന കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ ആ പ്രവർത്തികൾ ചെയ്താൽ, അല്ലെങ്കിൽ ആ വിശ്വാസം വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതൊരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണം. അതില്ലെങ്കിലോ, അതൊരാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ മുഅ്മിനാണ് ബിൽ ഇസ്മി, ആ പേര് അയാൾക്ക് ബാധകമാണ്. ലാ ബിൽ ഹഖീഖത്തി, യാഥാർത്ഥ്യം കൊണ്ടല്ല, യാഥാർത്ഥ്യം അത് നേരത്തെ പറഞ്ഞു, അതെന്ത്, നക്കിലുഹു ഇലല്ലാഹ്, അത് നമ്മൾ അള്ളാഹുവിലേക്ക് വിടുന്നു എന്ന്. വഅലം അന്ന ഈമാനഹു ഇലല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് വിടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പുറകെ എന്ത് ചെയ്യാം, നിസ്കരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിലുള്ള ഇതുള്ളത്. അടുത്തത് മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. സിഫാത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് വീണ്ടും സംസാരം വരുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്താം. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.